ഞാൻ റീസെന്റ്ലി കണ്ട ഒരു തമിഴ് മൂവിയാണ് സിറൈ. ഈ ഒരു മൂവി റിലീസായിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാണ് ഈ മൂവി കാണുന്നത്. ഈ ഒരു മൂവിയുടെ ടീസറോ ട്രെയിലറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആകെ കാണുന്ന ഒരു പോസ്റ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാതാണ് ഈ സിനിമ കാണുന്നത്. കണ്ടു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അടിപൊളി സിനിമയാണ്. സിനിമ സംസാരിക്കുന്ന സ്റ്റോറി ആയാലും ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി ആയാലും എക്സിക്യൂഷൻ ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാ എലമെന്റ്സും അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. സിനിമ സംസാരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വൺ ലൈൻ സ്റ്റോറിയാണ്. വേറൊന്നുമല്ല, ഒരു കുറ്റവാളിയെ ജയിലിൽ നിന്ന് കോടതിയിലോട്ട് കൊണ്ടുപോവുക, ആ കോടതിയിൽ നിന്ന് തിരിച്ച് ജയിലിലോട്ട് കൊണ്ടുപോകുക ഒരു എസ്കോർട്ടാണ്. ഈ എസ്കോർട്ട് ഒരു 3 പോലീസ് ഓഫീസറും ഉണ്ട്. സോ ഈ എസ്കോർട്ട് ഉണ്ടല്ലോ, ആ ഒരു ജയിലിൽ നിന്ന് കോടതി പിന്നീട് തിരിച്ചു വരുന്നത്, അതിനിടയ്ക്ക് നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആ ഒരു ഇവന്റ്സ് വളരെ നൈസ് ആയിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജേർണിയിൽ വന്നു പോകുന്ന കുറെ ഇമോഷൻസ് നമുക്ക് ഭയങ്കര ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈച്ച് ആൻഡ് എവ്രി വൺ അല്ല അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മെയിൻലി എടുത്ത് പറയുന്ന 2 ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ഒരാൾ അക്ഷയ് കുമാർ ആൻഡ് മറ്റൊരു അനീഷ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ മരണമാസത്തിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരിയാണ്. ഇവരെ രണ്ടുപേരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാരണം ഈ സിനിമ സംസാരിക്കുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ സിനിമ സംസാരിക്കുന്ന കുറച്ച് ഇവന്റ്സ് ഇവരുടെ ലൈഫിൽ കൂടി കടന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസിലാണ് ശരിക്കും അത് നമ്മളെ കണക്ട് ചെയ്യുക. ആ ഒരു കാര്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ആയിട്ടുണ്ട്. കാരണം അത്ര കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഈ രണ്ടുപേരുടെയും. ഇവരുടെ ഒരു ഇമോഷണൽ ട്രാക്ക് വരുന്നുണ്ട്, ഒരു റൊമാൻസ് ട്രാക്ക് വരുന്നുണ്ട്. വരുന്ന എല്ലാ സ്ഥലത്തും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവർ മാത്രമല്ല, സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും, എസ്പെഷ്യലി വിക്രം പ്രഭു, പുള്ളിക്കാരന്റെ ഇൻട്രോ സീൻ എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു സീനിൽ തന്നെ മൂപ്പരുടെ ക്യാരക്ടർ എന്താണ്, മൂപ്പരുടെ ആ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ നിന്ന് മൂപ്പരുടെ ട്രാക്കിൽ, അതായത് ഒരു പോലീസ് ഓഫീസറാണ്, സോ അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതും ആ ഒരു സിനിമയുടെ അവസാനം വരെ ആ ഒരു ലിമിറ്റേഷൻസിന്റെ അകത്ത് നിന്ന് പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ആ ഒരു ക്യാരക്ടർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഇവർ രണ്ടുപേരാണ്. ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, അതായത് സിനിമ സംസാരിക്കുന്ന മെയിൻ ഇവന്റ്സ് കണക്ട് ചെയ്ത് പോകുന്ന ഈ 2 ക്യാരക്ടേഴ്സ് ആണ്, ഈ അനീഷ്മയുടെയും അക്ഷയ് കുമാറിന്റെയും. ഈ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പല സിറ്റുവേഷൻസും പല ഇവന്റ്സും നല്ല രീതിക്ക് തന്നെ അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഏരിയാസിലും അവരുടെ ഇമോഷൻ നമ്മളെ ഇമോഷനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ പ്രീ ക്ലൈമാക്സ് പോർഷൻ വരുമ്പോൾ നമുക്ക് തോന്നും ഇവരെങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ചെയ്യണം, ഇത് എങ്ങനെയെങ്കിലും പുറത്തു വരണം, അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആവണം നമുക്ക് തോന്നും. അത്ര കിടിലോട്ടാണ് ഇവരുടെ പെർഫോമൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു സ്റ്റോറി വൺ ലൈനിൽ പോകുന്നുണ്ടെങ്കിലും സിനിമയുടെ ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു എന്ത് പറയാ ഒരു ജീവൻ എന്ന് പറയുന്ന ഈ 2 ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ഈ രണ്ടുപേരും അല്ല, സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരുടെ ആണെങ്കിലും മെയിൻലി നമുക്ക് ആ സിനിമ നമുക്ക് തരുന്ന ഇമോഷൻ അല്ലെങ്കിൽ ആ സിനിമയിലോട്ട് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. ആ ഒരു കാര്യത്തിൽ ഈ രണ്ടുപേരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയുടെ സ്റ്റോറി നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു 2003-2004 ആ ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 97-96 ആ ഒരു കാലഘട്ടത്തിൽ ഒരു ബോംബിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം പീരീഡിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ഒക്കെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. എസ്പെഷ്യലി മുസ്ലിം എന്ന് പറയുമ്പോൾ ആ റിലീജിയൻസിനെ കാണുമ്പോൾ തന്നെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹം, അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സോ ആ ഒരു സമയത്തുള്ള ഒരു സിറ്റുവേഷനെ ഒറ്റ ഡയലോഗിൽ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് അടിപൊളി സീനായിരുന്നു. ആ ഒരു സീൻ ഭയങ്കര ഒരു ഇമ്പാക്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ആ സിനിമയുടെ ക്ലൈമാക്സ് ആയാലും ശരി, ആ ഒരു സിനിമയിലുള്ള ബാക്കിയുള്ള ഇവന്റ്സ് ആയാലും എല്ലാം ഓരോ സിറ്റുവേഷൻസ് ഇവർ സംസാരിച്ച് പോകുന്നതിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ കിട്ടും, നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ഓരോ സീക്വൻസിലും ഓരോ സിറ്റുവേഷൻസിലും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഈ സിനിമയുടെ ഓരോ എക്സിക്യൂഷനും വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ ക്യാമറ ആയാലും ശരി, മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് ഒരു സീക്വൻസ് പോലും തോന്നിയില്ല. ആകെ മൂവിയുടെ റൺ ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. ആ 2 മണിക്കൂറിനകത്ത് ഉള്ള എല്ലാ എലമെന്റ്സും പക്കയായിരുന്നു. ഒന്നും ഓവറായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഒന്നും കുറച്ചുകൂടി വേണമെന്ന് തോന്നിയില്ല. പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും. ആൻഡ് ചില മൂവീസ് നമ്മൾ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൊമാൻസ് ട്രാക്ക് വരുമ്പോൾ ആ സിനിമയുടെ എൻറ്റയർലി വൈബ് തന്നെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു പോയിന്റ് വരുന്നുണ്ട്. ഒരു എൻഗേജിംഗ് എലമെന്റ് കൂടെ തന്നെ റൊമാൻസ് ട്രാക്ക് വരുന്നുണ്ടെങ്കിലും ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. ആ സിനിമ നമ്മൾ ആ ഒരു പോയിന്റ് വരെ എങ്ങനത്തെ ഒരു ഫീലാണ് കണ്ടത് അതേ ഫീൽ തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ റൊമാൻസ് ട്രാക്കും അല്ലെങ്കിൽ മറ്റുള്ള ട്രാക്കൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു എൻഗേജിംഗ് എലമെന്റ് ഒട്ടും എവിടെയും കുറയുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ സിനിമയുടെ എൻഡ് വരെ പോകുന്നുണ്ട്. ഞാൻ ഈ സിനിമ റിലീസായ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ റിലീസ് ആവുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. കാരണം ഡിസംബർ ലാസ്റ്റ് വീക്ക് എന്തോ ആണ് സിനിമ റിലീസ് ആവുന്നത്. അന്ന് ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അന്ന് ഉണ്ടായിരുന്നു, എനിക്ക് അറിയത്തില്ല. പിന്നീടായിരിക്കും പറഞ്ഞത്, കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല. പക്ഷെ എപ്പോഴും സിനിമ തിയേറ്ററിലുണ്ട്. ഞാൻ കാണുമ്പോൾ പോലും ഹൗസ്ഫുൾ ആയിരുന്നു. ഒരിക്കലും മിസ് ചെയ്യരുത്. OTTക്ക് വേണ്ടി മാറ്റി വെക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. സിനിമ സംസാരിക്കുന്ന കണ്ടന്റ് ആയാലും സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഇവന്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. എസ്പെഷ്യലി അവരുടെ പെർഫോമൻസ്, ആ സിനിമയുടെ ഒരു കോർ അല്ലെങ്കിൽ സിനിമയുടെ ഇമോഷൻ നമ്മൾ കണക്ട് ആയാൽ മാത്രമേ സിനിമ വർക്ക് ആവത്തുള്ളൂ. ആ ഒരു ഇമോഷണൽ ഈ 2 ക്യാരക്ടേഴ്സ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കാര്യത്തിൽ ഇവരുടെ പെർഫോമൻസും ആ ക്യാരക്ടേഴ്സിന്റെ ഒരു ആർക്കും എല്ലാം നൈസ് ആയിരുന്നു. എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു വൺ ലൈൻ സ്റ്റോറിനെ നല്ല രീതിക്ക് തന്നെ ബിൽഡ് ചെയ്ത് അതിൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് തന്നെ സ്ക്രീൻ പ്ലേയിൽ
കൊണ്ടുപോകുന്നുണ്ട്. ഓവറോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് വന്ന മൂവിയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പോലീസ് സ്റ്റോറി, നമ്മൾ ഇതുവരെ കാണാത്ത മൂവി പറയുന്നില്ല. ഇതേ ടൈപ്പ് ഉള്ള മൂവീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയുടെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷൻ നൈസ് ആയിരുന്നു. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും സിറ്റുവേഷൻസ് ഇവന്റ്സും അതൊക്കെ കൊണ്ട് സിനിമ നൈസ് ആയിരുന്നു. അതിഗംഭീരം ടോപ്പ് ലെവൽ സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കാണുമ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും നല്ലൊരു ഫീലും തരുന്ന സിനിമയാണ്. നല്ലൊരു പടമാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.